ഹലോ കൂട്ടുകാരെ, മാ കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്താണ് റെസിപ്പി എന്നുള്ളത്. വേറൊന്നുമല്ല, ചക്കക്കുരു ചീരയില തോരൻ. ചക്കക്കുരു ചീരയില തോരൻ എന്ന് പറയുമ്പോഴത്തേക്കിനും അറിയാം, നമ്മൾ പണ്ട് തൊട്ടേ കഴിച്ചു വരുന്ന ഒരു നൊസ്റ്റാൾജിക് ഫുഡാണ്. ഒരു നൊസ്റ്റാൾജിക് റെസിപ്പിയാണ് നമ്മളുടെ ചീരയില ചക്കക്കുരു തോരൻ. നമ്മളുടെ നാട്ടുവളപ്പിൽ, നമ്മുടെ പറമ്പിൽ തന്നെ കിട്ടുന്ന ചീരയാണ് ഈ നാട്ടുചീര. ചിലരതിനെ കുപ്പച്ചീര എന്നൊക്കെ പറയും. അപ്പോൾ ഇനി നേരെ ഇത് വൃത്തിയാക്കാനായിട്ട് കൊണ്ടിരിക്കാം. ആദ്യം തന്നെ ഞാൻ ഈ ചക്കക്കുരു അങ്ങ് വൃത്തിയാക്കി എടുക്കാമെന്ന് വെച്ചു. കാരണം ചക്കക്കുരുവിനാണ് വൃത്തിയാക്കൽ ഇച്ചിരി സമയമെടുക്കുന്ന പണി. അപ്പോൾ ചക്കക്കുരു ഇതിച്ചിരി നല്ലോണം വിളഞ്ഞ ചക്കക്കുരുവാണേ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു മുളയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും പ്രശ്നമല്ല. നമ്മൾ ആ ചക്കക്കുരു എടുത്ത് അതിൻ്റെ തൊലിയെല്ലാം ചുരണ്ടി കളഞ്ഞ ശേഷം നല്ലപോലെ ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇത് കണ്ടോ, അതിൻ്റെ കരിന്തൊലിയെല്ലാം നല്ല വൃത്തിക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള ചക്കക്കുരു എല്ലാം ഇതുപോലെ തൊലി കളഞ്ഞ് നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം. ഇൻ കേസ് അതിൻ്റെ ആ കിളുന്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് ജസ്റ്റ് കട്ട് ചെയ്തങ്ങ് മാറ്റിക്കളഞ്ഞാൽ മതി. അപ്പോൾ നല്ലപോലെ വിളഞ്ഞ ചക്കക്കുരു ആയതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതാ ചക്കക്കുരു പിന്നെ ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഒന്ന് കട്ട് ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം. കാരണം ചക്കക്കുരു ചീരയില തോരനാണല്ലോ. അപ്പോൾ ചക്കക്കുരു ഇത് ഞാൻ രണ്ടായിട്ട് ഒന്ന് കീറുന്നുണ്ട്. രണ്ടായിട്ട് കീറിയ ശേഷം പിന്നെ അത് തിരിച്ച് ചെറിയ ചെറിയ 3 ലെയറാക്കുന്നുണ്ട്. കണ്ടോ, 3 ലെയറാക്കുന്നുണ്ട്. രണ്ടായിട്ട് നടുവൊന്ന് പുളക്കത്തിട്ട് പിന്നെ അതൊന്ന് ജസ്റ്റ് രണ്ടായിട്ട് കീറുക. അപ്പോഴത്തേക്കിനും 3 ലെയറായിട്ട് കിട്ടും. ഇനി വേണ്ടത് നമ്മുടെ ചീരയാണ്. ഞാനിവിടെ 2 ടൈപ്പ് ചീരയായിരുന്നു എടുത്തത്. അതിൻ്റെ കിളുന്ത് നാമ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എളപ്പോ ഇലയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കിളുന്ന നാമ്പ് നമുക്കൊന്ന് അടുക്കി ഓൾറെഡി ഇത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് അടുക്കി ഒത്തുപിടിച്ചതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് ലോലവായിട്ട് അതിൻ്റെ തണ്ടെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അങ്ങനെ ആ കിളുന്ത് തണ്ടെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇല ഇതുപോലെ ഇല ആ തണ്ടിൽ നിന്ന് ഊരിയെടുത്തതിന് ശേഷം അതിങ്ങനെ കൂട്ടിപ്പിടിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് അരിഞ്ഞു മാറ്റണം. ഇതുപോലെ ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. അങ്ങനെ ചീരയിലയുടെ ഭാഗമെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് ഒരു സവാള, ഒരു ചെറിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. വൃത്തിയാക്കി എടുത്തതിന് ശേഷം അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ആ തണ്ടില്ല കട്ടിയുള്ള ഭാഗം അതങ്ങ് കട്ട് ചെയ്ത് മാറ്റിക്കളയണം. അല്ലെന്നുണ്ടെങ്കിൽ സവാള അരിയുമ്പോഴത്തേക്കിന് ആ തണ്ട് പോലെ അവിടെ കിടക്കും. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെറുതാക്കി കനം കുറച്ച് സവാള അരിയണം. കാരണം തോരനകത്തിടാനാണല്ലോ. അപ്പോൾ ചെറുതായിട്ട് കൊത്തിയരുന്ന പരുവത്തിന് പോലെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഒരു പകുതി അരിഞ്ഞതുപോലെ നേരത്തെ മുറിച്ച് വെച്ചാൽ മറ്റേ പകുതി സവാള കൂടി തണ്ടെല്ലാം കളഞ്ഞ് ഇതുപോലെ തന്നെ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കണം. അങ്ങനെ സവാള അരിഞ്ഞു വെച്ചതിന് ശേഷം എടുക്കേണ്ടത് 2 പച്ചമുളകാണ്. ഞാൻ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുന്നുണ്ട്. അപ്പോൾ 2 പച്ചമുളക് എടുത്തതിന് ശേഷം അതും ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞങ്ങ് എടുക്കണം. അങ്ങനെ സവാളയും പച്ചമുളകും നല്ലപോലെ അരിഞ്ഞ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വേണ്ടത് നമ്മുടെ ചക്കക്കുരു ഞാൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് മൺചട്ടി ഒരു പാത്രത്തിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം ആ ചട്ടിയിലേക്ക് ഞാൻ ചക്കക്കുരു എല്ലാം എടുത്തിട്ടു. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പുകൂടി ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചു. ഒരുപാട് കുഴഞ്ഞു പോകുന്ന രീതിയിലുള്ള വെള്ളം ഒഴിക്കരുത്. അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടും. ചിലപ്പോൾ പെട്ടെന്ന് വേകുന്ന ചക്കക്കുരു ആയിരിക്കും.
അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചു. അങ്ങനെ ചക്കക്കുരു വേവിക്കാൻ വെച്ചു. ഇനി അതിന് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ഒരു തേങ്ങ രണ്ടായിട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 1.5 മുറി തേങ്ങ എടുക്കുന്നുണ്ട്. ഒരു പകുതിയും മറ്റേ പകുതിയുടെ പകുതി കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ നല്ലപോലെ ചിരക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാന്താരി, ഒരു 5-6 കാന്താരി കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പച്ചമുളക് കുറച്ചെടുത്തത്. അങ്ങനെ അതും ഒന്ന് അരയ്ക്കാനായിട്ട് മാറ്റി വെച്ചു. ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പം തേങ്ങ ചിരവിയ കൂട്ടത്തിൽ ഈ കട്ടി കൂടി തേങ്ങ ഇങ്ങ് വന്നു. അപ്പോൾ എന്നാൽ ഒരു ചമ്മന്തി കൂടി അരച്ചേക്കാമെന്ന് ഓർത്ത് ആ കഴുന്ന തേങ്ങയെല്ലാം കൂടി എടുത്ത്, ഞങ്ങൾ കഴുന്ന തേങ്ങ എന്നാണ് പറയുന്നത്, ആ തേങ്ങയെല്ലാം കൂടി എടുത്തിട്ട് കുറച്ച് കാന്താരിയും ഇട്ട് കുറച്ച് ഉള്ളി അരിഞ്ഞതുകൂടി ചേർത്ത് പൊടി ചേർത്ത് അതൊന്ന് അരച്ചെടുത്തു. ഒരു ചമ്മന്തി പരുവത്തിന് അരച്ചെടുത്ത് മാറ്റി വെച്ചു. ഇനി നമ്മൾ ഈ അരച്ചെടുത്ത അരപ്പിലോട്ട് നേരത്തെ കൊത്തിയരിഞ്ഞ സവോളയും പച്ചമുളകും കൂടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ കൈ കൊണ്ടൊന്ന് തിരുമ്മി ഇളക്കുക. ഇൻകേസ് ചതയ്ക്കുന്ന കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് തേങ്ങ ചതച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അരച്ചെടുത്തതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടത്. അപ്പോൾ അതെല്ലാം നല്ലപോലെ ഒന്ന് തിരുകി ആ തേങ്ങയിലോട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ അരപ്പായിട്ട് കറിക്കകത്തോട്ട് ചേർക്കാൻ. അപ്പോൾ ആ സമയം കൊണ്ട് ചക്കക്കുരു നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഉടച്ച് കളയാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോൾ വെന്ത് ചക്കക്കുരു അടുപ്പിൽ നിന്നൊന്ന് വാങ്ങി വയ്ക്കാം. അപ്പോൾ നേരത്തെ അരിഞ്ഞ ചീര ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ചട്ടി വെച്ച് ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കടുക് നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് നല്ലോണം ഒന്ന് പൊട്ടി വരുന്ന സമയത്തിന് വേണം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര എടുത്തിടാനായിട്ട്. ചീര എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറി വെന്ത് വന്നാൽ മതി. ചീര ആയതുകൊണ്ട് പെട്ടെന്ന് ആവി കയറും. ഈ ചീരയും കൂണുമൊക്കെ എത്ര എടുത്തെന്ന് പറഞ്ഞാലും ഒരു ചൂടടിക്കുമ്പോഴത്തേക്കിനും ആവി കയറുമ്പോഴത്തേക്കിനും ഇതെല്ലാം കൂടി ഒന്ന് അവിഞ്ഞങ്ങ് ചുരുങ്ങിപ്പോകും. മുമ്പ് ഒരു പ്ലേറ്റ് ചീര അരിഞ്ഞെടുത്താണ്. ഇപ്പോൾ ചട്ടിയിലൊന്ന് ആവി കയറി വന്നപ്പോഴേക്കും അതിതാ ഇച്ചിരി ആയിപ്പോയി. അപ്പോൾ ചെറിയതായിട്ട് ഞാൻ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. കാരണം തണ്ടൂടെ അരിഞ്ഞിട്ടത് കൊണ്ട് ആ തണ്ടൊന്ന് വേകണമല്ലോ. അങ്ങനെ വെള്ളം ഒഴിച്ച് ചീര ഒന്ന് വാടി വരുമ്പോഴേക്കും കുറച്ച് ഉപ്പുകൂടിയിട്ട്, ഉപ്പ് പരുവത്തിന് നോക്കിയിട്ടിടണം, ഉപ്പുകൂടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി അങ്ങ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച നമ്മുടെ അരപ്പും അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ആ കറിവേപ്പിലയും കൂടി ചേർത്ത് ഈ വാടി വന്ന ചീരയിലേക്ക് അകത്തോട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കുക. ആ അരപ്പിൻ്റെ ആ പച്ചമുളകെല്ലാം ഒന്ന് പോയിട്ടൊന്ന് എടുക്കണം. അതുവരേക്കും നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അടിക്ക് പിടിക്കരുത്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ പച്ചമണം എല്ലാം പോയി ഒന്ന് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചക്കക്കുരു അപ്പോൾ നല്ലപോലെ വെന്തിരിപ്പുണ്ട്. അപ്പോൾ ചക്കക്കുരു കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ചക്കക്കുരു ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ആ മസാലയിലോട്ടും അരപ്പിലോട്ടും ചീരയിലോട്ടും എല്ലാം നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പ് വേണോ കുറവുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഉപ്പിട്ട് കൊടുത്താൽ ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി. അപ്പോഴേക്കും നമ്മൾ ചക്കക്കുരു ചീരയിലെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ആ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചക്കക്കുരു ചീരയിലെ തോരൻ റെഡിയായി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നാൽ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ പോവുമല്ലേ, എന്നാൽ ചോറോട് വിളമ്പി അങ്ങ് വെച്ചേക്കാമെന്ന് വെച്ചു. ആദ്യം ഒരു വാഴയില വെട്ടിയെടുത്ത്, വാഴയിലയിൽ ചോറ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പ്ലേറ്റിൽ കഴിക്കാതെ വാഴയില വെട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാൻ വാഴയിലയിൽ ചോറ് വിളമ്പി, ചോറിൻ്റെ കൂടെ നമ്മൾ വെച്ച ചക്കക്കുരു ചീരയിലെ തോരനൂടി വെച്ച് ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ചക്കക്കുരു തോരനും വെച്ചു. ഇനി നമ്മുടെ കടുമാങ്ങ അച്ചാർ, നല്ല പുളിയുള്ള കടുമാങ്ങ അച്ചാറും അതുപോലെ തന്നെ നേരത്തെ അരച്ച് വെച്ച തേങ്ങാ ചമ്മന്തി, കാന്താരി അരച്ച തേങ്ങാ ചമ്മന്തി കൂടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ചമ്മന്തിപ്പൊടി
അതുകൂടി ആയപ്പോഴത്തേക്കിനും ഒരു സദ്യക്കുള്ള വട്ടമായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉച്ചയൂണ് കുശാലായി. ഇതെല്ലാം കൂടി കഴിക്കുമ്പോഴത്തേക്കിനും അടിപൊളിയായിരിക്കും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ.